ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മൂന്നാം ദിനത്തിൽ ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം പുറത്തുപോകാനായി സ്വയം ഒരുങ്ങിയ രതീഷിന്റെ നിലപാടാണ്. ഇതിനിടയിലാണ് ജിൻഡോയും യമുന റാണിയും തമ്മിൽ ലൈവിൽ പൊരിഞ്ഞാടി നടക്കുന്നത്. പവർ ടീം അംഗമായ യമുന കഴിഞ്ഞ ദിവസം ജിൻഡോയോട് ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ബോഡി ഷോ, അതായത് ടീ വിത്ത് ബോഡി ഷോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ തനിക്കത് പറ്റില്ലെന്നും ജിൻഡോ പറഞ്ഞിരുന്നു. ബോഡി ഷോ കാണിക്കണമെങ്കിൽ വസ്ത്രം അഴിക്കണം, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ബോഡി ഷോ ചെയ്യാൻ സാധിക്കില്ലെന്നും ജിൻഡോ പറഞ്ഞു. ഇത് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നുള്ളൂ. എന്നാൽ മറ്റൊരു കാര്യം കൂടി ജിൻഡോ പറഞ്ഞിരുന്നു എന്നുള്ളത് ഇന്നാണ് മത്സരാർത്ഥികളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ബോഡി ഷോ ചെയ്യാൻ പറ്റില്ലെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ എന്റെ പവർ ഉപയോഗിച്ചാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞ് യമുന നിർബന്ധിച്ചു. ഇതോടെ ബോഡി ഷോ കാണണമെങ്കിൽ ചേച്ചി ബാത്റൂമിലേക്ക് വരുമെന്നായിരുന്നു ജിൻഡോ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ ടാസ്കിൽ ജിൻഡോ ചെറിയ രീതിയിലുള്ള ബോഡി ഷോ സ്റ്റെപ്പ് അപ്പ് വെക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇത് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചെന്ന് വ്യക്തമാക്കി യമുന വീണ്ടും രംഗത്ത് വരുന്നത്. സംസാരിച്ചു വന്നപ്പോൾ വികാരഭരിതയായ യമുന, എന്നോട് ബാത്റൂമിൽ കയറി വരാൻ നീ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ്, അങ്ങനെ പറയാൻ നീ ആരാണ് എന്നും യമുന ചോദിച്ചു. ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ ജിൻഡോയെ കണ്ടത്, പക്ഷെ അവന്റെ മനസ്സിലെ അഴുക്കാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും യമുന പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിലെ മറ്റംഗങ്ങളും യമുനയെ പിന്തുണച്ച് രംഗത്ത് വന്നു. അതേസമയം ഞാൻ ആ തരത്തിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു ജിൻഡോയുടെ വിശദീകരണം. സാധാരണഗതിയിൽ ബോഡി ഷോ ചെയ്യുമ്പോൾ അണ്ടർവെയർ മാത്രമാകും ഉണ്ടാകുക, അതിവിടെ സാധ്യമാകില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ യമുനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ സോറി എന്നും ജിൻഡോ പറഞ്ഞു.